ഏവർക്കും സ്നേഹാവന്ദനം. 13-ാം നൂറ്റാണ്ടിലെ നിരവധി വർഷങ്ങൾ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യം ഇംഗ്ലീഷുകാരുടെ ആധിപത്യത്തിലായിരുന്നു. അതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ഈ സ്കോട്ട്ലൻഡിനെ ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന പ്രമാണി വളരെയധികം കഠിനാധ്വാനം ചെയ്തു. തൻ്റെ സഹപ്രവർത്തകരും ഒക്കെയായിട്ട് പലതവണ ഇംഗ്ലീഷുകാരോട് ഏറ്റുമുട്ടി. പക്ഷേ ആ ഏറ്റുമുട്ടലൊക്കെ റോബർട്ട് ബ്രൂസും കൂട്ടരും തോറ്റുപോകുവാനിടയായി. അവസാനം അദ്ദേഹം ഇംഗ്ലീഷുകാരെ ഭയപ്പെട്ട് ഒരു കുഗ്രാമത്തിലെ ഒരു ഗുഹയിൽ കയറി അവിടെ ഒളിച്ചു പാർക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിശ്രമ വേളയിൽ ഈ ഗുഹയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഗുഹയുടെ മുകളിൽ, അതായത് മേൽഭാഗത്തായിട്ട് ഒരു ചിലന്തി അതിൻ്റെ വല നെയ്യുക ആയിരുന്നു. അതിൻ്റെ വലയൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു വശത്ത് ആ ഗുഹയുടെ ഭാഗത്ത് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചിലന്തി കിണഞ്ഞു ശ്രമിച്ചു. പക്ഷേ പല പ്രാവശ്യവും ചിലന്തി താഴെ വീണുപോയി. ഓരോ ചാട്ടത്തിലും അതിന് ചാട്ടം പിഴച്ച് ആ താഴെ വീണു. ഇത് റോബർട്ട് ബ്രൂസ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാരം അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തു. ഇനി ആ ചിലന്തി തൻ്റെ ദൗത്യത്തിൽ വിജയിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ ഇംഗ്ലീഷുകാരോട് പൊരുതി സ്കോട്ട്ലൻഡിനെ ഞാൻ നേടും, അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിനെ സ്വതന്ത്രമാക്കും എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ചിലന്തിയുടെ അടുത്ത ചാട്ടം തെറ്റിയില്ല. ശരിയായ രീതിയിൽ വല ഉറപ്പിച്ച് അത് ശരിയായ രീതിയിൽ വല നെയ്യുവാനിടയായി. ഉടനെ ഒരു തീരുമാനത്തോടുകൂടി, ഒരു സന്തോഷത്തോടുകൂടി റോബർട്ട് ബ്രൂസ് ചിതറിപ്പോയിരുന്ന തൻ്റെ പട്ടാളത്തെ മുഴുവൻ വിളിച്ചു വരുത്തി, സൈന്യങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഇംഗ്ലീഷുകാരുമായിട്ട് പടപൊരുതി. ആ യുദ്ധത്തിൽ റോബർട്ട് ബ്രൂസും കൂട്ടരും ജയിച്ചു. സ്കോട്ട്ലൻഡിനെ ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്ന് മോചിതമാക്കി. അങ്ങനെ മോചിപ്പിച്ചെടുത്തതായ സ്കോട്ട്ലൻഡിൽ നിരവധി വർഷമാണ് റോബർട്ട് ബ്രൂസ് അധികാരം കൈയാളിയത്. ഒരു ചിലന്തി എന്ന് പറയുന്ന ഒരു ജീവി, ഒരു പ്രാണി കാണിച്ചു കൊടുത്തതായ ഒരു വലിയ മാതൃക ഇത്ര വലിയൊരു മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റി അദ്ദേഹം പരിശ്രമശാലിയായി മാറി ഇംഗ്ലീഷുകാരിൽ നിന്ന് മാതൃരാജ്യത്തെ നേടിയെടുക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല വിധത്തിലും പരാജയപ്പെട്ടവരായിരിക്കാം. നിരാശപ്പെട്ട് സകല കാര്യങ്ങളും ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തട്ടെ. വിശുദ്ധ ബൈബിളിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സമയത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കൽ ഇടറും. ഉടനെ പത്രോസ് പറഞ്ഞു, ഇവരെല്ലാം ഇടറിയാലും ഞാൻ ഇടറിയല്ല. ഇവരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അദ്ദേഹം തൻ്റെ തീരുമാനം പൊതുസമക്ഷം സമർത്ഥിച്ചു. യേശു പറഞ്ഞല്ല, പത്രോസേ, ഇന്ന് കോഴി കൂതിന് മുമ്പായി നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. അതുപോലെ തന്നെ സംഭവിച്ചു. പത്രോസ് 2 സ്ത്രീകളുടെ മുൻപാകെ അവൻ ഞാൻ അറിയുപോലുമില്ല എന്ന് 2 തവണ താൻ തള്ളിപ്പറഞ്ഞു. പിന്നെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് അവരോട് പറഞ്ഞു, യേശു എന്ന മനുഷ്യൻ ഞാൻ അറിയുപോലുമില്ല എന്ന് പറയുക മാത്രമല്ല, താൻ ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. പറയാൻ, ഞാൻ ആ നാട്ടുകാരല്ല, എനിക്കവനെ അറിയില്ല എന്ന് മറ്റുള്ള വിശ്വസിപ്പിക്കാൻ വേണ്ടി പത്രോസ് കിടഞ്ഞ് പരിശ്രമിച്ചു. ആ സമയത്ത് കോഴി കൂവി. യേശു പിലാത്തോസിന്റെ പ്രിക്ടോറിയത്തിൽ വെച്ച് തന്നെ നോക്കി. അപ്പോഴാണ് പത്രോസിന് ബോധ്യമായത്. താൻ അനുതാപപ്പെട്ടു, താൻ മാനസാന്തരപ്പെട്ടു, താൻ കരഞ്ഞു. താൻ ആ പുറത്തിറങ്ങി ഉച്ചത്തിൽ നിലവിളിച്ച് കരയുവാനിടയായി. അങ്ങനെ യേശു അവനെ യഥാസ്ഥാനപ്പെടുത്തി എടുത്തു. ശ്രദ്ധിച്ച്, നമ്മളിവിടെ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
സങ്കീർത്തനത്തിൽ 17-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്: ദൈവത്തിൻ്റെ ഹനനയാഗം, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ ഒരു നാളും തള്ളിക്കളയുകയില്ല. വീണ്ടും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനം നൊന്ത് കരഞ്ഞ് പത്രോസ് യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. ഇതുപോലെ തന്നെയാണ് യൂദാസ് ചെയ്തത്. രണ്ട് സംഭവങ്ങൾ ഒരേപോലുള്ള സംഭവമാണ്. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു, പക്ഷേ താൻ മാനസാന്തരപ്പെട്ടില്ല. താൻ ആ വഴിയിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുകയായി. എന്നാൽ പത്രോസ് യേശുവിൻ്റെ സന്നിധിയിൽ മനം തിരിഞ്ഞ് താൻ മടങ്ങി വന്നു. എന്താണ് അനന്തരഫലം? എന്താ സംഭവിച്ചത്? പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് താൻ ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ 3000 പേരാണ് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. അവർ സ്നാനമേറ്റു, സഭയോട് ചേർന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ത്രീകളുടെ മുൻപാകെയും പൊതുജന സമക്ഷവും യേശു അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞതായ പത്രോസ് അത്രത്തോളം പേടിത്തൊണ്ടരായിരുന്ന പത്രോസ് ഒരു കോഴിയുടെ കൂകൽ തന്നിൽ മാനസാന്തരം ഉളവാക്കി, തന്നൊരു മാറ്റം വരുത്തി, താൻ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്നു. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സുഹൃത്തെ, പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ പിതാവേ, നിനക്കൊരു മടങ്ങി വരുന്നതായ സമയമാണിത്. നീ പല കാര്യങ്ങൾ ചെയ്തിട്ട് നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, റോബർട്ട് ബ്രൂസിനെ പോലെ പലതവണ ഇംഗ്ലീഷുകാരുമായിട്ട് ഏറ്റുമുട്ടി ആ യുദ്ധത്തിലൊക്കെ താൻ പരാജയപ്പെട്ട് ഇനി യുദ്ധം ചെയ്യുന്നില്ല, ഇനി സ്കോട്ട്ലൻഡ് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ചെറുജീവിയായ ചിലന്തിയുടെ പരിശ്രമം തൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്തി. ആ സ്കോട്ട്ലൻഡിനെ മോചിപ്പിച്ച് അവിടെ ഭരണം നടത്തുവാൻ റോബർട്ട് ബ്രൂസിന് കഴിഞ്ഞുവെങ്കിൽ നിനക്ക് കഴിയും. നീ ഭയപ്പെട്ട് പിന്മാറിപ്പോകരുത്. പത്രോസ് തെറ്റുകൾ പലത് പറ്റി. പല സന്ദർഭങ്ങളിലും യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒരു പേടിത്തൊണ്ടനായിരുന്നു. എന്നാൽ അവൻ ഒരു കോഴി കൂകിയപ്പോൾ താൻ തെറ്റിതെനിക്ക് ബോധ്യമായി. താൻ ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചു. അങ്ങനെ മടങ്ങി വന്നു. പെന്തക്കോസ്ത് നാളിൽ 3000 പേരെയാണ് പത്രോസ് വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്, സ്നാനപ്പെടുത്തിയത്, ദൈവസഭയുടെ അംഗങ്ങളാക്കി മാറ്റിയത്. പത്രോസിൻ്റെ ജീവിതത്തിൽ 8 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 8 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ ഒരു പേടിത്തൊണ്ടരാകാം നീ ചിലപ്പോൾ ഭയപ്പെട്ടിരിക്കുകയായിരിക്കാം, നീ ഞാനും ഭാരത്തോടെ ആയിരിക്കുക. പല കാര്യങ്ങളും വേണ്ട, ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ മറന്നു പോകരുത്, നിന്നെ ഉപയോഗിക്കാൻ കർത്താവ് സദാ ജാഗരൂകനാണ്. അവൻ തയ്യാറാണ്. നിന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും. ഒരു ചിലന്തിക്ക് ഇത്രയും വ്യത്യാസം ഒരു മനുഷ്യന് വരുത്താൻ കഴിയുമെങ്കിൽ, ഒരു കോഴിക്ക് ഒരു മനുഷ്യർ ഇത്രയധികം വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയുമെങ്കിൽ, നിശ്ചയമായും നിൻ്റെയും ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ, നിന്നെ ശക്തനാക്കുവാൻ നിന്റെ പരിശ്രമം കൊണ്ട് കഴിയും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്നു. പലതും ചെയ്ത് പരാജയപ്പെട്ട് നിരാശയോടുകൂടെ ഇനി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആ സഹോദരനെ, ആ സഹോദരിയെ, ആ മാതാവിനെ, പിതാവിനെ, കുഞ്ഞിനെ കാണുമാറാകണമേ. അവരോട് കൂടിയിരിക്കണം കർത്താവേ. ഇനി ഒരു മിഷന് പ്രവർത്തനം വേണ്ട, ഇനി ഞാനൊന്നിനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് നീ സംസാരിക്കണമേ എന്നീ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നീ ശക്തീകരിക്കണമേ കർത്താവേ. റോബർട്ട് ബ്രൂസിനെ ഒരു ചിലന്തിയുടെ കർത്താവെ പരിശ്രമം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വന്നതുപോലെ, ഒരു കോഴി കൂകിയപ്പോൾ പത്രോസ് മാനസാന്തരപ്പെട്ട് വന്നതുപോലെ, ഈ പ്രിയപ്പെട്ടവരും മടങ്ങി വരുവാനിടയാക്കണമേ. അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമേ. അവരുടെ നിരാശ മാറ്റണമേ. അവരുടേതായ പ്രതികൂലങ്ങളെ മാറ്റണമേ. അവരുടെ കഷ്ടങ്ങളെ നീ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അധൈര്യവും മാറിയിട്ട് ധൈര്യമുള്ളവരായി, ഫലമുള്ളവരായി, ശക്തിയുള്ളവരായി തീരുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർ കൂടി ഇത് പ്രയോജനമാകട്ടെ. ഓക്കെ, വീണ്ടും കാണാം.